എൻ്റെ ഭാര്യയ്ക്ക് സ്തനാർബുദം കാരണം ഇപ്പോൾ കീമോതെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷത്തിലെ റമദാൻ നോമ്പ് നോൽക്കാൻ സാധ്യമല്ല. അസുഖം പൂർണ്ണമായി ഭേദമായതിന് ശേഷം നോറ്റു വീട്ടിയാൽ മതിയോ, അതോ ഇപ്പോൾ മുദ്ദു കൊടുക്കേണ്ടി വരുമോ? അതെ. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബി ഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. സഹോദരിക്ക് വളരെ പെട്ടെന്ന് അസുഖം ഭേദമാകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. റബ്ബ് വേഗത്തിൽ ശിഫ നൽകുമാറാകട്ടെ. ആമീൻ. ഇവിടെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവർ രോഗിയാണെങ്കിൽ, പ്രത്യേകിച്ച് നോമ്പെടുക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള രോഗിയാണെങ്കിൽ, അവിടെയാണല്ലോ നമ്മുടെ മസ്അലയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ വരുന്നത്. അവർക്ക് നോമ്പെടുക്കേണ്ടുന്ന ബാധ്യത ഇല്ല ആ സമയത്ത്. പിന്നീട് രോഗം മാറി നോമ്പെടുക്കാൻ പറ്റിയ ഒരു സമയം അവർക്ക് ലഭിച്ചാൽ മാത്രമാണ് അവർ നോമ്പെടുക്കേണ്ടത്. ഇപ്പോൾ സഹോദരിയുടെ വിഷയം തന്നെ എടുക്കുക. അവർക്ക് ഈ ഒരു സമയത്ത് നോമ്പെടുക്കാൻ സാധ്യമല്ല. മരുന്നുകളും അതേപോലെ തന്നെ കീമോയും ഒക്കെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ശാരീരികമായി വലിയ തളർച്ചയും പ്രയാസവും ഒക്കെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരിതാണ്. സഹോദരിക്ക് വേഗത്തിൽ ശിഫ നൽകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഈ സമയത്ത് അവർ നോമ്പ് നോൽക്കേണ്ടതില്ല. ഇതാണ് ഇസ്ലാമിൻ്റെ വിധി. ഈ നോമ്പ് പിന്നീടൊരു സമയത്ത് അവർക്ക് ആരോഗ്യം വീണ്ടു കിട്ടുന്ന സമയത്ത് അവർ നോറ്റ് വീട്ടുകയാണ് ചെയ്യേണ്ടുന്നത്. എന്നാൽ ഇപ്പോൾ തന്നെ ആ നോമ്പ് റമദാനിൽ നോൽക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ ഫിദിയ നൽകുക എന്ന ഒരു സമ്പ്രദായം ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ഫിദിയ നൽകുന്നത് ഒന്നുകിൽ നോമ്പെടുക്കാൻ കഴിയാത്ത അവസ്ഥയിലുള്ള രോഗികൾ, അവർ ഒരു നിത്യരോഗികളായി കഴിയുന്നവരുണ്ടാവുമല്ലോ, അവർ ഫിദിയ ആ സമയത്ത് തന്നെ, അവർക്കിനി ഒരു പ്രതീക്ഷയില്ല, ഇതൊക്കെ മാറി ഒരു ആരോഗ്യാവസ്ഥയുണ്ടായി എന്നിട്ട് നോമ്പ് നോറ്റു വീട്ടുക എന്ന പ്രതീക്ഷയില്ല. അതേപോലെ തന്നെ നല്ല പ്രായാധിക്യത്തിലെത്തിയ ആളുകളും ഇതേപോലെ തന്നെയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അപ്പോൾ തന്നെ ഫിദിയ നൽകി പോകാവുന്നതാണ്. എന്നാൽ മാറുമെന്ന് പ്രതീക്ഷ നിലനിൽക്കുന്ന, മാറാൻ സാധ്യതയുള്ള രോഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ മാറിയതിന് ശേഷമാണ് ആ നോമ്പ് നോറ്റു വീട്ടേണ്ടത്. അതിനു മുമ്പായിട്ട് ഒന്നും നൽകേണ്ടതില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വിട്ടുവീഴ്ച ചെയ്തിരിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്നും വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തിൽ നിന്നും അടക്കം അങ്ങനെയാണ്. ഫമൻ കാന മരീളൻ ഔ അലാ സഫരിൻ, ഒരാൾ രോഗിയാണ്, അതേപോലെ തന്നെ യാത്രയിലാണ് എങ്കിൽ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ എന്ന, അത്ര തന്നെ ദിവസങ്ങൾ, എത്ര നോമ്പാണോ നഷ്ടപ്പെട്ടത് അത്രയും ദിവസങ്ങൾ മറ്റ് ആരോഗ്യകരമായ ദിവസങ്ങളിൽ അല്ലെങ്കിൽ യാത്രയില്ലാത്ത ദിവസങ്ങളിൽ അവർക്ക് നോറ്റുവീട്ടാൻ കഴിയുകയാണെങ്കിൽ അപ്പോഴാണ് അത് ചെയ്യേണ്ടത് എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ സഹോദരിക്ക് ഒന്നും നൽകേണ്ടതില്ല എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വല്ലാഹു അഅലം.